മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എവിടെയെങ്കിലും ചോദിക്കുന്ന സാധനത്തിൽ ഈ പടം ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. തോന്നുന്ന ഒരു അവാർഡ് വിന്നിംഗ് സാധനം തന്നെയാണ് പടം. പക്ഷേ ആൾക്കാർ എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഡിലമയിൽ പോകുന്ന ഇമോഷണൽ ആയിട്ടുള്ള മൂവിയാണ്. The director of Curry and Cyanide, a Sushinsha musical, award-winning emotional drama movie ഉള്ളൊഴുക്ക് ഡയറക്ടർ ബൈ ക്രിസ്റ്റോ ടോമി. കണ്ടിറങ്ങി ഓണിസ്റ്റോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. നേരെ ഉള്ളൊഴുക്ക് റിവ്യൂല് എലമെൻ്റ് ആണ് മെയിനായിട്ട് ഇതിൽ വർക്ക് ചെയ്തത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഭയങ്കര ഗംഭീര സ്ക്രിപ്റ്റാണ്. രണ്ടുപേരുടെ ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഭയങ്കര ഉള്ളൊഴുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളൊലിഞ്ഞു പോകുന്ന പടമാണ്. ഒരു ഇൻറ്റൻസ് ഡ്രാമയാണോ? ഭയങ്കര ഇൻറ്റൻസ് ഡ്രാമയാണ്. ചെറുതല്ല, ഭയങ്കര ഇൻറ്റൻസ് ഡ്രാമ. എടുത്തു പറയാൻ പോസിറ്റീവായിട്ട് എന്താണ് തോന്നിയത്? പടം സ്ക്രിപ്റ്റ് ഭയങ്കര രസമുള്ള സ്ക്രിപ്റ്റാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ്, ഉർവശി പാർവതി രണ്ടുപേരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. നമ്മൾ മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എവിടെയെങ്കിലും ചോദിക്കുന്ന സാധനത്തിൽ ഈ പടം ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. അല്ല, ഞാൻ അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു ഫീലല്ല. എനിക്ക് ഇതൊരു പടത്തിൻ്റെ ആത്മബന്ധമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീലിൽ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ കമേഴ്ഷ്യലി ഇത് ക്ലിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പെർഫോമൻസ് വൈസ് എല്ലാവരും തകർത്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ഉർവശി ചേച്ചി, അത് പറയാതിരിക്കാൻ വയ്യ. പാർവതീൻ്റെ തന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്ന നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മൂവി എന്ന് പറയാം. ഒരു അവാർഡൊക്കെ വിൻ ചെയ്ത സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവാർഡ് എനിക്ക് തോന്നുന്ന ഒരു അവാർഡ് വിന്നിംഗ് സാധനം തന്നെയാണ് പടം. പക്ഷേ ആൾക്കാർ എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഉറപ്പാണ് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് കൺഫേം ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളതാണ്. പാർവതിക്കാണെങ്കിലും ഉർവശിക്കാണെങ്കിലും. എനിക്ക് ഉള്ളൊഴുക്ക് അതല്ലേ കണ്ടേ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയാണ്? ഇന്റൻസിറ്റി ഉണ്ട്. പിന്നെ അവർ രണ്ടുപേരും നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരേ പേസിൽ രണ്ടുപേരും പെർഫോം ചെയ്തു പോയിട്ടുണ്ട്. തീമൊക്കെ മുമ്പ് ഏതെങ്കിലും സിനിമയായിട്ട് സാമ്യം തോന്നിയോ? ഒരു ഇമയോ ടച്ചൊക്കെ ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണോ? ഇല്ല, അത് ബെറ്റർ നിങ്ങൾ തിയേറ്ററിൽ ഓക്കെ. ടോട്ടലി ഒരു ആർട്ട് ഫിലിം മൂഡ് തന്നെയാണ്. അതെ. ഓക്കെ. എങ്ങനെയാണ് ഫീല്? ഡിലമയിൽ പോകുന്ന ഇമോഷണൽ ആയിട്ടുള്ള മൂവിയാണ്. അങ്ങനെ അത് എക്സ്പെക്ട് ചെയ്തു പോകും. നല്ല പടമായിരുന്നു. ഒരു ഇമോഷണൽ ഹോണ്ടിങ് സാധനമാണ്. ഇമോഷണൽ ഫിലിമാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയല്ല. ഭയങ്കര ഇമോഷണൽ സിനിമയാണ്. നല്ല കുറേ പെർഫോമൻസ് ഉണ്ട്. ആ ഒരു ടെക്നിക്കാലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവൽ മൂഡാണ് ടോട്ടലി പിടിച്ചേക്കുന്നത്. അങ്ങനെയൊന്നും പറയാറില്ല. സെക്കൻഡ് ഹാഫ് ഒരു ഇച്ചിരി ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ അത്ര സെക്കൻഡ് ഹാഫ് വന്നില്ല. നമ്മുടെ റിയലിസ്റ്റിക് ഡ്രാമ മൂഡാണ്. ഓക്കെ.